ഹലോ ലേണേഴ്സ്, ഞാനിവിടെ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കുന്നത്. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഡെബിറ്റ് സൈഡിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതണം. അതുപോലെ അവരുടെ സാലറി ഉണ്ടെങ്കിൽ അത് എഴുതും, കമ്മീഷൻ ഉണ്ടെങ്കിൽ അതെഴുതും. അതൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉള്ളത്, അഡ്ജസ്റ്റ്മെൻറ്റിന് മുമ്പേ ഉള്ള. അപ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇനി നെറ്റ് ലോസാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്താം, ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഇപ്പോൾ പ്രോഫിറ്റാണുള്ളതെങ്കിൽ അത് നെറ്റ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് ഉണ്ടെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ നോക്കാം. മനു ആൻഡ് നാനു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:1. Their capital on 1st April 2020 were 60,000 and 70 respectively. As per partnership deed, partners are entitled to interest on capital at 8%. Manu was entitled to salary of 15,000 and Nanu a commission rupees 20,000. Drawings made by the partners during the year were Manu 8,000 and Nanu 9,000. Interest on drawings were Manu 800 and Nanu 900. Profit earned by the firm during the year was 84,300. Prepare profit and loss appropriation account. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, മനു ഉണ്ട്, നാനും ഉണ്ട്. അവരുടെ രണ്ടുപേരുടെയും ക്യാപിറ്റൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലൊന്നും ഇവിടെ എഴുതേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്, അത് നമുക്ക് വേണ്ടി വരും. ക്യാപിറ്റൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ മനുവിൻ്റെയും നാനുവിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടെത്തിയെന്ന് നോക്കാം. മനു എന്നുള്ള വ്യക്തിക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? മനുവിൻ്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് ആദ്യം നോക്കൂ. എത്രയാ? 60,000. അപ്പോൾ 60,000 അതിൻ്റെ 8% ആണ് മനുവിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളത് ചെയ്യുന്നത്, ഇപ്പോൾ മനു ആണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം 60,000 ആണ് എന്തുള്ളത്, ക്യാപിറ്റലുള്ളത്. 60,000 ഇൻറ്റു 8/100. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ 60% ഇൻറ്റു 8% എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 4,800. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മനുവിൻ്റെത്. അതേപോലെ നാനുവിൻ്റെതും കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? 70,000 ഇൻറ്റു 8/100 അല്ലെങ്കിൽ 8% എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. നാനു അതുവരത് 5,600 എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിച്ച് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് ഒന്നെങ്കിൽ നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ടോട്ടൽ എഴുതിയിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മനു 4,800 എന്ന്, ഞാനു 5,600 എന്ന് ഡയറക്റ്റ് എഴുതാം. ഇനി നമുക്ക് അടുത്തത് എഴുതേണ്ടത് എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സാലറി പറഞ്ഞിട്ടുണ്ടല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞു. ഇനി മനുവിൻ്റെ സാലറി 15,000 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുവിൻ്റെ സാലറി മാത്രമാണ് പറഞ്ഞത് അല്ലേ. അപ്പം സാലറി എന്ന് എഴുതിയിട്ട് മനു എഴുതുക 15,000. പിന്നെ അടുത്തത് നാനു എ കമ്മീഷൻ ഓഫ് rupees 20,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താ, കമ്മീഷൻ നാനുവിൻ്റെത് എഴുതുന്നു. പിന്നെ ഡ്രോവിങ്സ് പറയുന്നുണ്ട്. ഡ്രോവിങ്സ് മേഡ് ബൈ പാർട്ട്നേഴ്സ് ഡ്യൂറിങ് ദ ഇയർ മനു 8,000 നാനു 9,000 എന്ന് പറയുന്നുണ്ട്.
നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോവിങ്സ് എഴുതേണ്ട ആവശ്യം വരില്ല. പക്ഷേ ക്വസ്റ്റ്യനിൽ എപ്പോഴും ഡ്രോവിങ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് എഴുതേണ്ടത് എന്താണ്? ഡ്രോവിങ്സ് എഴുതേണ്ട, ക്യാപിറ്റൽ എഴുതേണ്ട. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സും മാത്രമാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് വേർ മനു 800 ആൻഡ് നാനു 900. അത് നമുക്ക് എവിടെ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അത് രണ്ടും നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? പ്രോഫിറ്റ് ഏൺ ബൈ ദ ഫേം ഡ്യൂറിങ് ദ ഇയർ വാസ് 84,300. അതെന്താണ്? നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇതൊക്കെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യണം? രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക. ഏത് സൈഡാണോ കൂടുതൽ കിട്ടുന്നത് അത് കൂടുതൽ കിട്ടുന്ന സൈഡ് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ രണ്ട് സൈഡും എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി എവിടെയാണോ ഡിഫറൻസ് വരുന്നത്, ഇവിടെ നമുക്ക് ഡിഫറൻസ് വന്നത് ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് വന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ഐറ്റംസ് എഴുതി അല്ലേ? ഇവിടെയും എഴുതി. ബാലൻസ് 85,400 ആണ് ടോട്ടൽ കിട്ടുന്നത്. കൂടുതലുള്ളത് ഈ സൈഡാണ്. അപ്പോൾ അതേ സൈഡ് നമ്മൾ രണ്ട് സൈഡ് എഴുതുന്നു. ഇനി ഇവിടെ എത്ര ഡിഫറൻസ് വരുന്നു എന്ന് നോക്കുന്നു. 40,000 ആണ് നമുക്കിവിടെ ഡിഫറൻസ് കിട്ടിയത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മനുവിൻ്റെയും ഞാനുവിൻ്റെയും അക്കൗണ്ടിലേക്ക് എഴുതുന്നു. ഇവിടെ എഴുതിയിട്ടില്ല, ഇവിടെ നമ്മൾ എഴുതണം. എന്നിട്ടാണ് 40,000 എഴുതേണ്ടത്. 40,000 ഇൻറ്റു നമുക്കറിയാം ഇവിടെ റേഷ്യോ തന്നത് 3:1 ആണ്. 3:1 എന്ന് പറയുമ്പോൾ ഒരാളുടെ ഷെയർ 3/4, ഞാനുവിൻ്റെത് 1/4. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ കാണണം? മനുവിൻ്റെത് 40,000 ഇൻറ്റു 3/4 അതെത്രയാണെന്ന് കാണണം. അതുപോലെ ഞാനുവിൻ്റെത് 40,000 ഇൻറ്റു 1/4 അതും കാണണം. അപ്പോൾ അത് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇതുപോലെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്.